ആ എടാ ഒരു അരമണിക്കൂർ എനിക്കൊന്ന് ബാത്റൂമിൽ പോകാനും ഒന്ന് കുളിക്കാനുള്ളൂ. അടിച്ച് പൊളിച്ച് പോളിയാ. ഡിസംബർ മാസം അതിൻ്റെ പേര് നല്ല തണുപ്പാണ്. ആ ശരി ശരി നീ വെച്ചേക്ക്, സംസാര സമയമല്ല. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം. അത് ഞങ്ങൾ വാഗമൺ വരെ ഒന്ന് പോവാണ് കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് വരണം സ്റ്റേ ചെയ്തിട്ടൊക്കെ. അപ്പൊ ഞങ്ങളുടെ ടൂർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എന്തായി? ഒരു ദിവസം എല്ലാത്തിനെ കെട്ടിപ്പിറക്കി കൊണ്ടുപോകാൻ ടൂർ. അപ്പൊ കഴിഞ്ഞ മാസം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എന്താ കൊണ്ടുപോകാതിരുന്നേ? കഴിഞ്ഞ മാസം എനിക്ക് പണി ഉണ്ടായില്ല, അതല്ലേ കൊണ്ടുപോകായിരുന്നത്. 2 ആഴ്ച പണി ഉണ്ടായിട്ട് കാശ് ഉണ്ടായിട്ട് തന്നെ കൊണ്ടുപോകാതിരുന്നേ? എടി അപ്പൊ പണി തിരക്കല്ലായിരുന്നോ, അതല്ലേ കൊണ്ടുപോകായിരുന്നത്. അത് ശരി, പണി ഉണ്ടായാലും കൊണ്ടുപോകില്ല, പണി ഇല്ലെങ്കിലും കൊണ്ടുപോകില്ല, പിന്നെ എപ്പോഴാ കൊണ്ടുപോണേ? നമ്മൾ രണ്ടുപേരെ ഓരോന്നും പറയുമ്പോൾ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോയേ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെ, അപ്പൊ തൽക്കാലം കുളിക്കട്ടെ കേട്ടോ. അങ്ങനെയാണെങ്കിലേ കൂട്ടുകാരന്മാരായിട്ട് ടൂർ പോകാൻ നിൽക്കല്ലേ, ഇന്ന് അവരോട് പനിയിലാന്ന് വിളിച്ചോളാം, എന്നിട്ട് നമുക്ക് ടൂർ പോവാം. നീ ഒന്ന് പോയ അവിടെ നിന്ന്, അതൊക്കെ നീ പിന്നെ ആലോചിക്കാം. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശമൊന്നുമില്ല. ഇനി നീ ഇവിടെ കിടന്ന് തർക്കിച്ച് കഴിഞ്ഞാൽ ഞാൻ ടൂറിനും കൊണ്ടുപോകില്ല, എങ്ങും കൊണ്ടുപോകില്ല. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകില്ലാന്ന് പറഞ്ഞത് ഉറപ്പല്ലേ? ഞാൻ കൊണ്ടുപോകില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. കൊണ്ടുപോകില്ലാന്ന് ഉറപ്പല്ലേ? ആ കൊണ്ടുപോകില്ല. അവിടെ കിടത്തി, ഞാൻ കൂട്ടുകാരന്മാര് വരുമ്പോ ഞാൻ പറഞ്ഞോളാം ഇക്കാക്ക് ലൂസ് മോഷൻ ആണെന്ന്. എന്തിനാടി എടി എടി ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ആ തോട്ടങ്ങൾ താടി എടി അവന്മാര് വെയിറ്റ് ചെയ്ത് താടി തോർത്ത്. പിന്നെ ഓടി ഒന്നും ഇങ്ങനെ വരാൻ നിൽക്കണ്ട, അവരുടെ കുടുംബശ്രീ കൂടിയിട്ടുണ്ട്, അപ്പടി പെണ്ണുങ്ങളാണ്. എന്തെങ്കിലും താടി. ഹലോ, ഇക്കാക്ക് ബാത്റൂമിലാണ്, ഇക്കാക്ക് ലൂസ് മോഷൻ ആണ്. ആ പെട്ടെന്നായിരുന്നു. വന്നില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ പറഞ്ഞേക്കാം. നമ്മളോടെ കളി വൈകിട്ട് 6 മണി വരെ അവിടെ കിടക്കണം.